ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനോ എപ്പിസോഡ് നമ്പർ 31. അങ്ങനെ ഐഫോണിൻ്റെ 16 ഈ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തു. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണണമെന്നുണ്ടെങ്കിൽ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ആദ്യം പറയാനുള്ളത്, ഇതെന്തിന് ഈ ഒരു ഫോൺ ഇറക്കി? കാരണം ഇതിൻ്റെ പ്രൈസ് 60,000 രൂപയാണ്. ഐഫോൺ 16 ഇപ്പോഴത്തെ പ്രൈസ് 69,000 രൂപയായിട്ടാണ് വരുന്നത്. ഒരു 9,000 രൂപ ഡിഫറൻസിൽ എന്തിനാണ് ഈ ഒരു മോഡൽ ഇറക്കിയത്? എന്ത് കാര്യമാണുള്ളത്? കാരണം കുറച്ചും കൂടെ പൈസ കൂട്ടിയിട്ട് മറ്റേത് എടുത്താലേ കുറച്ചും കൂടെ ബെറ്റർ. ഇതിലാണ് സിംഗിൾ ക്യാമറ മൊഡ്യൂളേ വരുന്നുള്ളൂ. പെർഫോമൻസിലും ചെറിയ വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ 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 എന്തിന് ഈ 16 ഒരു പർപ്പസ് എന്താണ്? നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പോയിട്ട് നോക്കുക, അതിലെല്ലാം പറയുന്നുണ്ട്. പിന്നീട് iOS 18.4 ബീറ്റ വേർഷൻ ഇപ്പം ഔട്ട് ചെയ്തിട്ട് വല്ല പണിയും ഒന്നും വരുത്തി വെക്കാൻ നിൽക്കേണ്ട. ഫുൾ വേർഷൻ വന്നിട്ട് മാത്രം ചെയ്താൽ മതി. പിന്നീട് ഇൻസ്റ്റാഗ്രാമിൽ ഡിസ്ലൈക്ക് ബട്ടൺ വരുന്നുണ്ട്. അതായത് ഫോട്ടോ പോസ്റ്റിൻ്റെ ഡിസ്ലൈക്ക് അല്ല, കമൻറ്റ് ബോക്സ്. ഒരാൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ലൈക്ക് ഇപ്പോൾ ഓൾറെഡി ഓപ്ഷൻ ഉണ്ട്, അതുപോലെ ഡിസ്ലൈക്കിൻ്റെ ഒരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. നല്ല കാര്യമാണ്. ഏതെങ്കിലും എടുത്ത് അമ്മാതിരി കമൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് പ്രതികരിക്കണമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അല്ലാതെ കമൻറ്റ് ഇടാൻ വേണ്ടി കുറേ ആൾക്ക് താല്പര്യം ഉണ്ടല്ലോ, അപ്പോൾ ഡിസ്ലൈക്ക് അടിച്ചിട്ട് അതിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ലൈക്കൊക്കെ അടിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു വീഡിയോ ഒക്കെ റീലൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിൽ നമുക്ക് കമൻറ്റ് നോക്കുമ്പോൾ ആയിരിക്കും ഭയങ്കര ഫണ്ണായിട്ട് തോന്നുന്നത് ഈ വീഡിയോയെക്കാളും. അപ്പോൾ ഡിസ്ലൈക്കും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എന്തല്ലോ കമൻറ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കത് പ്രതികരിക്കാൻ വേണ്ടി പറ്റും ഡിസ്ലൈക്കൊക്കെ ചെയ്തിട്ട്. നല്ലൊരു ഓപ്ഷനാണ്. അപ്പം അതിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വന്നിട്ടില്ല, അടുത്ത തന്നെ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കൂടെ വരും. പിന്നീട് ടെസ്ലയുടെ കാറുകളൊക്കെ ഇന്ത്യയിലേക്ക് വരുന്ന കുറേ നാളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം ഒരു ഏപ്രിലൊക്കെ ആകുമ്പോൾ ടെസ്ലയുടെ ഷോറൂം ഡൽഹിയിലും അതുപോലെ തന്നെ മുംബൈയിലൊക്കെ വരും എന്നിപ്പോൾ റിപ്പോർട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഏത് മോഡലാണ് വരുന്നതെന്നും കൺഫേം ചെയ്തിട്ടില്ല. എന്നാലും ഈ ഒരു വർഷം വരും എന്ന് ചില മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നത്തിങ് ഫോൺ 3Aയും 3A പ്ലസിൻ്റെയും ഡിസൈൻ ലീക്കായിട്ടുണ്ട്. ഇതാണ് ഡിസൈൻ, ഇതാണ് 3Aയും മറ്റേത് 3A പ്ലസ്സും ആണ്. 3A പ്ലസ് രസമുണ്ട്. 3A മറ്റേതുപോലെ തന്നെയാണ്, ഒരു ക്യാമറ എക്സ്ട്രാ അതിൽ കൂട്ടിയെന്നേ ഉള്ളൂ, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. 3A പ്ലസ് വരുന്ന സമയത്ത് മേജറായിട്ടുള്ള വലിയ ഡിഫറൻസ് തന്നെയുണ്ട്. കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ മൊഡ്യൂൾ, അതായത് ലേ ഔട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫുള്ള് ഫോൺ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. പിന്നെയും അവരുടെ ആ ഒരു ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ്. ഒരു ക്യാമറയുടെ ആ ഒരു ലേ ഔട്ട് മാറിയെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഒരു ടെലിഫോട്ടോ ഉണ്ട്, അതുകൊണ്ടാണ് ഇമാതിരി ഗിമ്മിക്കൊക്കെ ഇറക്കുന്നത്. ഇവർ ഒരുപാട് മറ്റേ പ്രൊമോഷൻ ഭയങ്കരമാണ്. ആ ഒരു ഹൈപ്പ് കൊടുക്കുന്ന ഫോൺ ഇറക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഹൈപ്പ് കൊടുക്കും. ഇപ്പം ഈ ലോഞ്ച് ഇവൻറ്റ് തന്നെ ഒരു മാസത്തിൻ്റെ അടുത്തായി ഇത് അനൗൺസ് ചെയ്ത് ഈ ഫോൺ വരുന്നു പറഞ്ഞിട്ട്. നോർമലി സാധാരണ ഒരു ഫോൺ ഒരാഴ്ച മുമ്പൊക്കെ ആയിരിക്കും അനൗൺസ് ചെയ്യുന്നത്. സാംസങ്ങിൻ്റെ ഫോൺ പോലും അങ്ങനെയൊക്കെ 2 ആഴ്ച മുമ്പൊക്കെയാണ് അനൗൺസ് ചെയ്യുന്നത്. ഇതൊക്കെ എത്രയോ മാസം മുമ്പ് തന്നെ അനൗൺസ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ ഹൈപ്പ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയ സംഭവം ഒന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. എന്നാലും മാർച്ച് 4 ഈ ഒരു ഫോൺ വരുന്നുണ്ട്. പിന്നീട് വൺ പ്ലസിൻ്റെ 13 മിനി എന്ന ഫോൺ ഓൾറെഡി വരും എന്ന് നമ്മൾ ഓൾറെഡി കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ വൈസ് ഒരു 6.3 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ബാക്കി ഇപ്പോൾ സാംസങ്ങിൻ്റെ S25 ഒക്കെ ആണെങ്കിൽ 6.2 ഇഞ്ചും ആപ്പിളിൻ്റെ ഒക്കെ ആണെങ്കിൽ 6.1 ഇഞ്ചൊക്കെയാണ് വരുന്നത്. ഇതിൽ മറ്റേ സിലിക്കോൺ കാർബൺ ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ തിക്നെസ് ഭയങ്കര കുറവായിരിക്കും. 6000 mAh ബാറ്ററി ഒക്കെ ഇതിൽ വരും എന്നാണ് കേൾക്കുന്നത്. സോ പുതിയ ടെക്നോളജി ബാറ്ററി ആയതുകൊണ്ട് തന്നെ അതുണ്ടായാലും നമുക്ക് തിക്നെസ് ഭയങ്കര കുറവായിരിക്കും. ഇറ്റ്സ് ഗുഡ്. സ്നാപ്ഡ്രാഗൺ 88 ഒക്കെ ആയിരിക്കും ചിപ്സെറ്റൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു ഫോൺ കൂടി ഒരു ഫസ്റ്റ് ഹാഫ് ഒക്കെ ആകുമ്പോൾ, ഒരു ജൂലൈ ജൂൺ ആ ഒരു ടൈമൊക്കെ ആകുമ്പോൾ ആയിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. ആ സമയത്തേ വരും, ഇപ്പോഴൊന്നും വരില്ല. ആ സമയത്ത് ഇങ്ങനെ ഒരു വൺ പ്ലസിൻ്റെ 13 മിനി എന്നൊരു ചെറിയൊരു കുട്ടിച്ചാത്തം ഫോൺ കൂടെ വരുന്നുണ്ട്. പിന്നീട് ഓപ്പോയുടെ Find N5 എന്ന് പറഞ്ഞ ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലല്ല. അപ്പം അത്യാവശ്യം തിക്നെസ് ഒക്കെ കുറഞ്ഞ ഒരു ഗംഭീര ഫോണാണ്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം വരുന്ന സമയത്ത് ഇതിൻ്റെ തിക്നെസ്, അതായത് നോർമലി ഫോൾഡ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 4.21 തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ, തിക്നെസ് മാത്രമേ വരുന്നുള്ളൂ. ഇത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 8.9 മാത്രമേ വരുന്നുള്ളൂ. അതായത് ഒരു നോർമൽ ഒരു അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉള്ള ഫോൺ നോർമലി ആ ഒരു ഫോണിൻ്റെ തിക്നെസ് മാത്രം ഇത് ഫോൾഡ് ചെയ്താൽ പോലും വരുന്നുള്ളൂ. അത്രക്കും തിക്നെസ്സിനോ ബാക്കി ഫോൾഡ് ചെയ്താൽ തന്നെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 4.2 മാത്രമേ വരുന്നുള്ളൂ. ഇത് ഭയങ്കര ചെറിയ ഫോണാട്ടോ. പിന്നെ ഇതിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 88 ചിപ്സെറ്റാണ് വരുന്നത്. 5600 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. അങ്ങനെ ഒരു ഗംഭീര ഫോണാണ്. ഇന്ത്യയിലേക്ക് വരുന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം, വരുന്നതിന് ശേഷം. പിന്നെ അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒരു ഫോൺ കൂടെ വരുന്നുണ്ട്, സാംസങ്ങിൻ്റെ A26 5G എന്ന മോഡൽ.
ഇതിൽ വലിയ സീരീസ് ഫോണാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുക, അല്ലാതെ ഭയങ്കര സ്പെസിഫിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. നോച്ച് ഡിസൈനൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോഴും നോച്ച് ഡിസൈൻ ആ പ്രൈസ് പോയിന്റിലൊക്കെ ഇറക്കി കഴിഞ്ഞാൽ വാങ്ങുന്നവരുണ്ടാവും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും സാംസങ് ഇറക്കുന്ന ഒരു പഞ്ച് ഹോളൊക്കെ ഇറക്കണേ. ഇപ്പോഴും നോച്ചൊക്കെ ഇറക്കി കഴിഞ്ഞാൽ എന്തുവാ ഇത് പഴയ ഡിസൈൻ. അപ്പോൾ അങ്ങനെ ഒരു സാംസങ് ഫോൺ കൂടെ വരുന്നുണ്ട്. പിന്നീട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഐക്യൂടെ നിയോ 10R 11-ാം തീയതി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഓവറോൾ സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെ ഇപ്പം ഇവർ പുറത്ത് വിട്ടിട്ടുണ്ട്. അതായത് 1.5K റെസൊല്യൂഷനുള്ളൊരു ഫ്ലാറ്റ് ആയ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതൊരു ഗെയിമിംഗ് ഓറിയൻ്റ് ആയിട്ട ഫോണാണ്, അതുകൊണ്ട് തന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കുറച്ചും കൂടെ ബെറ്റർ. പിന്നീട് സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 എന്ന ചിപ്സെറ്റാണ് വരുന്നത്. അറൗണ്ട് ഒരു 1.7 മില്യൺ ആക്റ്റീവ് സ്കോറൊക്കെ വരുന്നുണ്ട്. ഇവർ പറയുന്ന അനുസരിച്ച് ആ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും ഹൈ എൻഡ് പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഫോൺ ഇതാണെന്നാണ് ഐക്യു പറയുന്നത്. അപ്പോൾ ഒരു 30K താഴെ മാത്രമേ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരുള്ളൂ, അതിൻ്റെ മേലേക്ക് പോകില്ല. ഓൾറെഡി പോക്കോയുടെ X7 Pro ഒക്കെ ആ റേഞ്ചിൽ വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര ബെസ്റ്റ് പെർഫോമൻസ്, അതിൻ്റെ ഒരു ആക്റ്റീവ് സ്കോറും ഈ റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിനെക്കാട്ട് വില കുറഞ്ഞിട്ടായിരിക്കും ഈ ഒരു ഫോൺ വരുന്നത്. പിന്നീട് 6400 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. ആകെ ഒരു 7 അത്രമാത്രം തിക്നെസ് ഒക്കെ വരുന്നുള്ളൂ. സോ പുതിയ സിലിക്കോൺ കാർബൺ ബാറ്ററിയാണ് വരുന്നത്. സോ ബാറ്ററി വൈസും ഗംഭീരമാണ്. പോക്കോ X7 Proയിലും 6550 mAh ബാറ്ററി അതിലും വരുന്നത്. സോ അതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ടാണ് ഐക്യൂടെ നിയോ 10R വരുന്നത്. സോ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ ഫോൺ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നോക്കാം, നല്ലൊരു ഫോണായിരിക്കും. ഐക്യു ഇറക്കുന്ന എല്ലാ ബഡ്ജറ്റിലും നല്ല ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺസാണ് ഐക്യു ഒക്കെ ഇറക്കാറ്. സോ ഇതും നല്ലൊരു വാല്യൂ ഫോർ മണി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ടെക് ന്യൂസ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ കൂടെ താഴെ കമൻറ്റായിട്ട് പറയാം, എന്നാൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫണ്ട് അഭിനവ് സൈനിങ് ഓഫ്. ബൈ.